സമകാലീൻ കവിതകളെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ആജ് കി കവിത രാജേഷ് ജോഷി തഥാ നരേഷ് സക്സേന. കവിപരിചയമാണ് രാജേഷ് ജോഷിയുടെ കവിപരിചയം. സമകാലീൻ കവിത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ കവിതയെയാണ് സമകാലീൻ കവിത എന്ന് പറയുന്നത്. രാജേഷ് ജോഷിയും നരേഷ് സക്സേന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവികളാണ്. രാജേഷ് ജോഷി കാ ജന്മ 1946 മധ്യപ്രദേശിലെ നരസിംഹഗഡ് എന്ന് പറയുന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിന് ശേഷം പത്രകാരിത ആരംഭിക്കുകയും അതുപോലെ തന്നെ കുറച്ചു കാലം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തു. നരേഷ് ജോഷിനെ കവിതാവുങ്കി അലാവ അദ്ദേഹം കവിതകൾ കൂടാതെ കഹാനികൾ, നാടകങ്ങൾ, ടിപ്പണികളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുരസ്കാർ ഭി മിലെ, ജैसे സാഹിത്യ അക്കാദമി പുരസ്കാരം, ശ്യാംശീർ സമ്മാൻ പുരസ്കാരം, മുക്തിബോധ് പുരസ്കാരം, മാക്കലാർ ചതുർവേദി പുരസ്കാരം ആദി പുരസ്കാരങ്ങൾ, ഈ പറയുന്ന പുരസ്കാരങ്ങളൊക്കെ രാജേഷ് ജോഷിക്ക് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സാരാംശിൻ്റെ ഒരംശം കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വരികളാണ്. മേരെ ആനെ സെ പഹലെ ഹി കോയി ലൗട്ട് കർ ചലാ ഗയ, ഘർ കെ താലെ മേ ഉസ്കി പഞ്ചി ഘുസി ഹെ. വ്യാഖ്യ പറയാം. കവി ബത്താത്തെ ഹെ കി കവി പറയുകയാണ്, ദർവാസോ മേ താല ലഖാ ദേക്കർ കിസി അങ്കാദുഗനെ താലേക്ക പർച്ചി ലഖാ ദി ഹെ. ഒരു കവി പറയുകയാണ്, വാതിലുമേ താലപ്പൂട്ട് കണ്ടപ്പോൾ ഏതൊരു സന്ദർശകൻ, അറിയാത്ത ഒരാൾ താലയമ്മിൽ ആ പൂട്ടിന്മേൽ പർച്ചി ലഖാദി ഒരു കുറിപ്പ് എഴുതി വെച്ച് പോയിക്കുകയാണ്. സംഭവയ്ക്ക് പർച്ചി മേ ഉസ് വ്യക്തിനെ അപ്നാ നാം പത്ത ഓർ ആനെ കെ കാരൻ ലിഖാഹോ. എന്നാൽ ആ പർച്ചിയിൽ ആ വ്യക്തിയുടെ അപ്നാ നാം, അതുപോലെ തന്നെ അഡ്രസ്സ്, ആനയ്ക്ക് കാരൻ ലിഖാഹോ എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. കവി ഇസ് ബാത് കോ ചിന്തിത് ഹെ, കാര്യത്തിൽ ചിന്തിതനാണ്. മിൽനെ കെ ലിയെ ആനെ വാല വ്യക്തി മിലേ ബിനാ ലൗട്ട് ചലാ ഗയ. കാണുന്നതിന് വേണ്ടി വന്ന വ്യക്തി എന്തുകൊണ്ട് കാണാതെ തിരിച്ചുപോയി എന്ന് പറയുന്നതിൽ വളരെ ചിന്തിതനായിരിക്കുകയാണ്. ഉസ്കെ ചിന്താക്ക് വിഷയ യഹ് ബി ഹെ, അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ വിഷയം എങ്ങനെയാണ്. വ്യക്തി ജാനെ കിസ് കാം സെ ആയാ ഹോഗ, എന്തിനു വേണ്ടി, എന്ത് ജോലിക്ക് വേണ്ടിയാണ് അദ്ദേഹം വീട് വരെ വന്നത്. ഉസ്കെ പാസ് ബഹുത് സി ബാത്തും രഹി, അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഹോങ്കി കഹനെ കിഴ, ചിലപ്പോൾ അത് പറയുന്നതിന് വേണ്ടിയാണോ വന്നത്. ലേക്കിൻ ബിനാ കഹയ്ക്ക് ബഹു ലൗട്ട് ഗയ, എന്തുകൊണ്ട് അത് പറയാതെ പോയി. കവി ഉസ്കെ ലൗട്ട് ജാനെ സെ വ്യതിത്, അദ്ദേഹത്തിൽ അത് തിരിച്ചു പോയത്, ലൗട്ട് ജാന എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയതിൽ കവിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഉസ്കെ പ്യാസ് ഹോനയ്ക്ക് ബാരെ മേ സോച്താ ഹെ, അദ്ദേഹം ചിലപ്പം വിശന്നിട്ടാണോ അല്ലെങ്കിൽ ദാഹിച്ചിട്ടാണോ വന്നതെന്നറിയില്ല. തേഹെ ഷായദ് ബഹു മേരാ സാത്ത് ചായ പീനയ്ക്ക് ഇച്ഛാ സെ ബി ആയാഹോ, ചിലപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ചായ കുടിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് വന്നതാണോ എന്നതൊക്കെ അദ്ദേഹം ചിന്തിച്ച് കൂട്ടുകയാണ്. ഇനി അംശം 2 നോക്കാം. ഇസ് തരഹ കഭി കോയി നഹി ലൗട്ട് ഹോങ്ക ബച്പൻ കെ ഉസ് പൈതൃ ഘർ സെ എന്ന് പറയുന്ന അവസാന വഴി, കോയി ഏക് ബാഹർ കലാ ജായേ തോ ദൂസരേ കോ കാട്ട്നെ കാ ദൗഡ്താ ഹേ ഘർ. കവി പറയുകയാണ്, വ്യാഖ്യയാണ്. കവിക്കോ ഇസ് ബാത് കോ ബഹുത്ത് ദുഃഖ ഹെ, കവിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്. ഉസ്കെ പൈതൃ ഘർ സെ കവി ഇസ് തരഹ നഹി ലൗട്ട് ഹോങ്ക, അദ്ദേഹത്തിന് പൈതൃക ഘർ എന്ന് പറഞ്ഞാൽ എന്താ, തറവാട് വീടിൽ നിന്ന് ഇങ്ങനെയൊരു തിരിച്ചുപോക്ക് അദ്ദേഹം കണ്ടിട്ടില്ല. കിസി അന്ധാധുക കാ ലൗട്ട് ജാനെ കവി കേലിയെ കഷ്ടാദായക ഘടന ഹെ, അറിയാത്ത ഒരാൾ വന്നു പോകുക എന്നത്, തിരിച്ചു പോവുക എന്നത് ഒരു കഷ്ടം പിടിച്ച കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. उसे याद आने हैं संयुक्त परिवार में रहने वाला दादा दादी, माता पिता, चाचा चाची और भाई बहन भी सभी साथ रहते थे. എന്നാൽ കൂട്ടുകുടുംബത്തിൽ സംയുക്ത പരിവാറാണെങ്കിൽ അദ്ദേഹത്തിന് ദാദയുണ്ടാവും, മുത്തശ്ശി ഉണ്ടാവും, മുത്തശ്ശനുണ്ടാവും, അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, ചാച്ചി ഉണ്ടാവും, ഭായി ബഹന് സഹോദരങ്ങളോ ഉണ്ടാവും. സഭി സാത്ത് രഹത്തെ, എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. യഹാം കവിക്ക് സ്മൃതി ബാർ അപ്നെ പൈതൃക ഘർക്ക് ഓർ ജാത്തി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ അദ്ദേഹത്തിൻ്റെ പൈതൃക ഘരത്തിലേക്ക്, തറവാട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി എന്ന് പറയുന്നു. അടുത്ത് നോക്കാം.
आज ही नगरीय जीवन शैली में परिवार के जीविकोपार्जन का दायित्व सभी पर, जिसके कारण प्रायः कार्य दिवसों पर घर पे कोई मजबूत नहीं रहता. നഗരീയ ജീവനാണ് അദ്ദേഹം എല്ലാവരും ഇപ്പോൾ ശീലിക്കുന്നത്. ജീവൻ ശൈലിമേ പരിവാരം നഗരീയ ജീവിത ശൈലിയിൽ ഒരു കുടുംബം ജീവിതോപാർജനം എന്താ ജീവിക്കാൻ വേണ്ടി ഉത്തരവാദിത്തം കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. ജിസ്കെ കാരൺ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കാര്യ ദിവസവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഘർമേ കോയി മസ്ബൂത് നെഹി രഹത്ത, നല്ല ദിവസങ്ങളിൽ ആരും തന്നെ വീട്ടിൽ ഉണ്ടാവുകയില്ല. എല്ലാവരും നഗരീയ ജീവനായതുകൊണ്ട് എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ജീവിത മാർഗത്തിന് വേണ്ടി എല്ലാവരും ഓടുകയാണ്. അതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ദർവാസോം പർ ലഗാ താല ഉസീക സൂചക, അതാണ് ദർവാസയിൽ നമ്മളെ വാതിലിൽ കണ്ട പൂട്ട് അതിന് ഉദാഹരണമാണ്, പ്രതീകമാണെന്ന് പറയുന്നു. कवि के शब्दों में अब इस घर में रहते हैं इनमें 3 जन, अर्थात आर्थिक व्यवस्था के दबाव के कारण. എന്താ മീൻ 3 ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആർത്തികം എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പത്തികപരമായിട്ടുള്ള വ്യവസ്ഥയുടെ അടിച്ചമർത്തൽ കാരണം अपने और गाँव से पलायन करते हुए जब महान घरों की ओर आते हैं. എന്താ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാരണം കൊണ്ട് അടിച്ചമർത്തപ്പെട്ടത് കൊണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് പലായനം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പാർത്തു എന്നാണ് പറയുന്നത്. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പ്രായ പതി പത്നി ഓർ ബच्चे ही उस परिवार में रहते, അതുകൊണ്ട് അതെന്തായി മാറി, അണുകുടുംബമായിട്ട് മാറി, പതിയും പത്നിയും കുട്ടിയും മാത്രമായി മാറുകയാണ് ചെയ്തത്. കവി ഘർ സുനേപ്പൻ കെ അഹ്സാസെ ഘബറാത്തെ ഹെ, ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട കവി ഒരു വീട്ടിൽ ആളൊഴിഞ്ഞ അവസ്ഥ അദ്ദേഹം ഘബറാത്തെ എന്ന് പറഞ്ഞാൽ എന്താ, പേടിച്ചു പോവുകയാണ്. കാലി ഗർസെ കാട്ടിനേക്കോ ദൗഡത്തെ, എന്താ ആരുമില്ലാത്ത വീട് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഓടുകയാണ്. എല്ലാവരും കൂട്ടുകുടുംബമാണ് നല്ലതെന്ന് അദ്ദേഹം പറയുകയാണ്. അണുകുടുംബമാകുമ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് മാറി നിന്ന് പോവുകയാണ്. അതാണ് അവിടെ പൂട്ടിൻ്റെ കാരണം. കാരണം ആരുമില്ല, കാരണം വീട് അടച്ചുപൂട്ടി കിടക്കുന്നു. अंशम 3 ആണ്. नए चलन ने बहुत समूलियत बख्शी है, चारों को ढूंढने की इस प्रक्रिया में क्या क्या ढूंढा है कोई नहीं सोचता है, कोई ताला देकर मेरे घर से लौट गया है. അതിൻ്റെ വ്യാഖ്യയാണ് പറയുന്നത്. കവി യഹാ ഉസ് സമയത്ത് യാദ് കർ രഹ ഹൈ, ആ സമയത്ത് കവി ഓർമ്മിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ജബ് ലോഗ് ദൂസരേക്ക് സുഖ ദുഃഖമേ ഷാമിൽ രഹത്തേത്, അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് എല്ലാവരും സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരുന്നു. इसके विपरीत आज एकल परिवार में सभी लोग जीवन के अपने अपने ज़रूरतों के उलझे हैं. എന്നാൽ ഇപ്പോൾ വിപരീതമാണ് നടക്കുന്നത് വെച്ചാൽ ഒരൊറ്റ അണുകുടുംബത്തിൽ, ഏക്കൽ പരിവാർ എന്ന് പറഞ്ഞാൽ അണുകുടുംബത്തിൽ സഭീ ലോക എല്ലാ ജനങ്ങളും ജീവനിക്ക് അപ്പിനെ അവരുടെ ജീവിതം നിറവേറ്റുന്നതിന് വേണ്ടി അവർ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതിൽ നിറവേറ്റുന്നതിന് വേണ്ടി അവർ ഉൾച്ചേ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഓട്ടം വാശലിലാണ്. ऐसी जीवन शैली के कारण പ്രകാരമുള്ള ജീവിതശൈലി കാരണം एक और लोग के पास एक दूसरे के लिए समय नहीं है, ആരെയും അങ്ങോട്ട് തിരിച്ച് കാണാനോ സംസാരിക്കാനോ പോവാനോ ആർക്കും തന്നെ എന്തില്ല, സമയമില്ല എന്ന് പറയുന്നു. ദൂസരി ഓർ ചാരോं को सुनहरा अवसर मिल जाता है, മറ്റുള്ളവർക്ക് സുവർണ അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നത് കള്ളന്മാർക്ക്, ആരുമില്ലാണ്ട് കിടക്കുമ്പോൾ കള്ളന്മാർക്ക് കയറാനുള്ള അവസരം ഉണ്ടാകുന്നു. लोग ना तो एक साथ मिलकर खुशियाँ मना पाने हैं ना ही दुख के समय, എല്ലാവരും കൂടിച്ചേരുമ്പോൾ ना तो ആരുമില്ലെങ്കിൽ ഏക് സാത്ത് മിൽക്കർ ഖുഷിയോ മനാ പാനാ ഹൈ നാ ഹി ദുഃഖ് കെ സമയ്, ഏതെങ്കിലും നല്ല സന്തോഷമുള്ള സമയത്ത് ആരും കൂടിച്ചേരാനോ ദുഃഖമുള്ള സമയത്ത് ദൂസറോങ്കോ കം ആപാത്തേ ഹെ, എന്താ കൂടിച്ചേരാനായിട്ട് ദുഃഖമുള്ള സമയത്ത് മരണ സമയത്ത് അല്ലെങ്കിൽ സന്തോഷമുള്ള സമയത്ത് ആർക്കും തന്നെ ഒരുമിച്ച് കൂടാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലോക അപ്പനെ നാത്തെ റിഷ്തെ താരോം കെ സാത്ത് രഹത്തെ ഹെ, എന്താ ഒരു സുഖമില്ലാത്ത ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയാണ് എന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നു. और ना पड़ोसियों मित्रता कायम करने की अब फुर्सत है,
എന്നാ പടോസിയും ചില അയൽപ്പക്കക്കാരായിട്ട് യാതൊരുത്തിലുള്ള മിത്രത കാണാനായിട്ട് സാധിക്കുന്നില്ല. ലോക മൊബൈൽ ആദി മാധ്യമ के जरिए बताई और शौक के संदेश भेजकर ഔപചാരികത പൂരി कर लेते हैं. ഇപ്പോഴത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മൊബൈൽ എന്ന മാധ്യമം മുഖേന ബാധായി എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും മരണം അറിയിപ്പോ ശോകം എന്ന് പറഞ്ഞാൽ എന്താ സങ്കടങ്ങളോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? സന്ദേശമായിട്ട് അയച്ചുകൊണ്ട് അവരുടെ അനൗപചാരികത അവർ അവസാനിപ്പിക്കുന്നു. ലേക്കിൻ തബ് ഭി ഉൻകെ പിതാക്കോ ചാർ മൊഹല്ലോं के लोग जानते थे. പണ്ടത്തെ കാലഘട്ടത്തിൽ അച്ഛൻ്റെ വീടിൻ്റെ 4 ചുറ്റുകളുള്ള വീടുകൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ പേരുകളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെയും അവരുടെ പേരുകളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും തന്നെ അത് അറിയില്ല എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നു. കവിക്ക് പീഡി में उसके पड़ोसियों उनका नाम नहीं जानते. ഇന്നത്തെ കവിയുടെ കാലഘട്ടത്തിലെ അയൽവാസികളെ ആർക്കും തന്നെ പേര് പോലും ആർക്കും തന്നെ അറിയില്ല എന്ന് പറയും. द्वार पर आए हुए അതിഥി ദർവാസെ का ताला देकर कवि के घर से लौट गया है. വീടിൻ്റെ മുറ്റം വരെ അല്ലെങ്കിൽ വീടിൻ്റെ എടുത്തു വരെ വന്ന ആ ആള് അതിഥി ദർവാസെ का ताला നമ്മൾ വാതിലിന്മേൽ പൂട്ട് കണ്ടുകൊണ്ട് കവിക്ക് घर से लौट गया है. കവിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. क्वेश्चन आंसर നോക്കാം. सर्ववेद उपयुक्त विकल्प चुनकर निम्नलिखित प्रश्नों के उत्तर दीजिए. ताला किसका प्रतीक है? എന്തിൻ്റെ പ്രതീകമാണ്? ഗർമേ കിസീന ഹോനേക്ക വീട്ടിൽ ആരുമില്ല എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. കവി സെക്കൻഡ് ക്വസ്റ്റ്യൻ കവിക്കോ കിസ് ബാത് കാ പശ്ചാത്താവ ഹെ കവി എന്തിനാണ് പശ്ചാത്താപിക്കുന്നത്? കിസിക്ക് ലൗട്ട് ജാനേക്ക അത് അയാൾ തിരിച്ചു പോയതിലാണ് പശ്ചാത്താപിക്കുന്നത്. ക്വസ്റ്റ്യൻ 3 ചായക്ക് ക്യാ സാമാജിക ഭൂമിക ചായയുടെ സാമാജിക ഭൂമിക എന്താണെന്ന് ചോദിക്കുന്നു. ചായ ബഹുത്ത് സ്വാദിഷ്ട ഹോത്തെ ചായ എന്താണ്? വളരെ സ്വാദിഷ്ടമാണെന്ന് പറയുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ യഹ് ലോകം കെ ഏക് ആണ്. ദൂസരൻസെ മിൽനേക്ക് അവസരം ദേത്തെ ഹെ ചായ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണാനുള്ള ഒരു അവസരമായി കാണുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ കിസി കാ ഘർ സെ ലൗട്ട് ജാന കവി കി പരേശാനി കാ കാരൺ ക്യാ ഹെ എന്താണ് അയാളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോയതിൻ്റെ പരേശാനി വിഷമം അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു. കവിക്ക് ഘർ സെ അബ് തക് കോയി അതിഥി ബിന മിലെ നെഹി ലൗട്ടാത ഇതുവരെ ആരും തന്നെ അത് കവിയുടെ വീട്ടിൽ നിന്ന് തറവാട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല. തന്നിരിക്കുന്ന വാക്യങ്ങൾ നിമ്നലിഖിത वाक्यों के ध्यानपूर्वक पढ़िए और सही वाक्यों का आगे सही और गलत वाक्यों के आगे गलत निशान लेखाയി. ശരിയുള്ളത് ശരിയെന്നും തെറ്റുള്ളത് തെറ്റെന്ന് എഴുതുക. ഫസ്റ്റത്തത് സംയുക്ത പരിവാർ में അതിഥി ഹമേശ ലൗട്ട് जाया करते हैं ഗലത്താണ്. സംയുക്ത പരിവാർ में അതിഥി बिना स्वागत के नहीं लौटता है സഹിയാണ്. ഏകൽ പരിവാർ के दादा दादी रहते हैं ഗലത്താണ്. അണുകുടുംബത്തിൽ ദാദാ ദാദി മാത്രമല്ല പതി പത്നി और बेटी അല്ലെങ്കിൽ बेटी होते हैं. സംയുക്ത പരിവാർ में इन मीन 3 जान ही रहते हैं ഗലത്താണ്. एकल परिवार वाला खाली घर काटने को दौड़ता है സഹിയാണ്. അടുത്തത് सर्वद उपयुक्त विकल्प चुनकर पूछे गए प्रश्नों का उत्तर दीजिए. क्वेश्चन चारों को सहूलियत होने से लेखक का क्या तात्पर्य है? घर में ताला लगाने लगे हैं. सेकंड क्वेश्चन कवि के अनुसार हमारे परिवार और समाज में क्या बदलाव आ रहा है? കവിയുടെ അനുസാരം ഒരു കുടുംബത്തിലെ സമൂഹത്തിലും എന്തൊക്കെ മാറ്റമാണ് വരേണ്ടത്? ലോക അവസർ വിശേഷപർക്കി ഏകമിത്ര ഒത്തേഹെ എല്ലാവരും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ എന്തെങ്കിലും സംഘടനയുള്ള ദിവസങ്ങളിലോ ഒരുമിച്ച് ചേരണമെന്നാണ് കവിയുടെ മാറേണ്ടതെന്ന് കവി പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് കവിതക്ക് മൂൽ സന്ദേശം ക്യാ ഹെ ഉല്ലേഖ कीजिए. കവിതയുടെ അടിസ്ഥാന സന്ദേശം എന്താണ് വ്യക്തമാക്കുക. कवि संयुक्त परिवार के ढूंढने और एकल परिवार के बनने की प्रक्रिया में पूर्वजों और अपनी पीढ़ी के बीच के अंतर पर ध्यान दिलाते हैं. കവി പറയാണ് സംയുക്ത പരിവാർ അന്വേഷിക്കുന്നതിൽ ഏകൽ പരിവാർ के बनने की प्रक्रिया में എന്നെടുക്കാൻ പോകുന്നത് പേജ് നമ്പർ 71 നരേക് സക്സേനയുടെ കവി പരിചയമാണ്.
16 ജനുവരി 1939 ഗ്വാളിയർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. प्रकृति की स्वच्छंदा तरफ उन्मुक्तता का यही अनुभव उनकी कविताओं में पर्यावरण की चिंता के प्रति अभिव्यक्त है. പരിസ്ഥിതിയുടെ ചിന്തിക്കുക എന്ന രൂപത്തിൽ പ്രകൃതിയുടെ ശാന്തതയും അതുപോലെ തന്നെ സുന്ദരതയും അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ എടുത്തു പറയുന്നുണ്ട്. विज्ञान की पृष्ठभूमि से होने के कारण वे प्रकृति में विज्ञान एवं विज्ञान में प्रकृति ढूंढते हैं. വിജ്ഞാൻ എന്നുവെച്ചാൽ എന്താ, ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ കാരണം പ്രകൃതിയിൽ എന്താണ് വിജ്ഞാൻ ശാസ്ത്രം ഏവം വിജ്ഞാൻ കി പ്രകൃതി എന്താണ് വിജ്ഞാൻ കൊണ്ട് വിജ്ഞാൻമേ പ്രകൃതി ശാസ്ത്രത്തിൽ പ്രകൃതി എന്നുള്ളത് അദ്ദേഹം അന്വേഷിക്കുന്നു. ढूंढते എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. कुल मिलाकर नरेश सक्सेना की कविताओं का मूल में पर्यावरण की चिंता കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സക്സേനയുടെ കവിതയിൽ पर्यावरण की चिंता പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്തകൾ, വൈകാരിക ദൃഷ്ടികോണം, ശാസ്ത്രീയപരമായിട്ടുള്ള ദൃഷ്ടികോണങ്ങൾ एवं इंजीनियरिंग पेशों का अनुभव मौजूद है. എഞ്ചിനീയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. इसलिए कुछ आलोचकों ने उन्हें ഹരിതകി ഏവം വൈജ്ഞാനിക കവി ജैसे നാമകरण से വിഭൂഷിത. അദ്ദേഹം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹരിതകി ഏവം വൈജ്ഞാനിക കവി, ശാസ്ത്രീയപരമായ കവി എന്ന പേരിൽ നാമകരണത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. इन सारी विशेषताओं का साथ साथ मानवीयता के प्रति अगाध प्रेम से उनकी कविता में परिपूरित है. വിജ്ഞാനങ്ങളും ഈ വിശേഷതകളും കൂടാതെ അദ്ദേഹം കൂടെ മാനവീയത, മനുഷ്യത്വത്തിൻ്റെ അഗാധമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാനായിട്ട് സാധിക്കും. इसलिए सिर्फ राष्ट्र ही वैज्ञिक ചിന്തയും ഉनकी कविता में अभिव्यक्त पाती है. വൈജ്ഞികപരമായിട്ടുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ കവിതയിൽ അഭിവ്യക്തമാണ്. ഹിന്ദിക്ക് വിഭിന്ന പത്രപത്രികവും ഉनकी രചനാവും പ്രകാശിച്ചു. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലെ വിഭിന്നമായിട്ടുള്ള പത്രികയിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഉन्हें കബീർ സമ്മാൻ, പഹൽ സമ്മാൻ, ഭാവഭൂതി സമ്മാൻ, സ്മൃതി സമ്മാൻ, കവിതാ കോശ് സമ്മാൻ, जनकवि, नागार्जुन स्मृति सम्मान आदि अनेक പ്രസിദ്ധ സാഹിത്യ സമ്മാൻ പ്രാപ്ത हो चुके थे. ഇപ്രകാരമുള്ള പേരിലുള്ള എല്ലാ സാഹിത്യ സമ്മാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കവിതയുടെ പേരാണ് നക്ഷെ. നക്ഷയുടെ സാരാംശമാണ് നക്ഷേമേ ജംഗിളിനെ പേരിനെ നക്ഷേമേ നദിയോമേ പാനിനെ. നക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, ഭൂപടമാണ് കേട്ടോ. അതിൽ ലാസ്റ്റ് വരിയാണ് പേജ് നമ്പർ 73. സാരേ നക്ഷേങ്കോ മോഡ്ക ജേബ് മേ രഖ് ലേഖ कोई मस्करा और चलता बनेगा. പ്രസംഗം നോക്കാം. നക്ഷ ഏക് ബാത് ഹെ. നക്ഷ എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഓർ നക്ഷം को मानवीयता और उसके आवश्यकताओं से जोड़कर समझाना दूसरी बात. ആദ്യം തന്നെ നക്ഷയിൽ ഭൂപടത്തിൽ മനുഷ്യത്വവും ഉസ്കെ ആവശ്യകതകളും അതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങളും ജോഡ്ക്കർ കൂട്ടി യോജിപ്പിക്കൊണ്ട് മനസ്സിലാക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം നക്ഷം കെ മാനവീയത, രണ്ടാമത്തേത് ഇതെല്ലാം കൂട്ടിക്കൊണ്ടുള്ള സംജാനവതയൊക്കെ മനസ്സിലാക്കുക. मानचित्र में രചനാകാർ രേഖാവും के सहारे मानचित्र बनाते हैं. രേഖാചിത്രം എന്നുള്ളത് രേഖാവും के सहारे രേഖകളെ കൂടാതെ സഹാരം മാൻചിത്ര ബനാത്തെ എന്താണ് രൂപചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ജബ്കി കവി ശബ്ദോं के सहारे ही कविता में नक्शा काटते हैं. ജബ്കി കവി ശബ്ദങ്ങളെ കൂടെ കവിതാമിൻ നക്ഷ കാണത്തെ ഹേ. നക്ഷ കവിതയിലൂടെ എന്താണ്, ഭൂപടം സൃഷ്ടിക്കുന്നു. ശബ്ദി കവിക്ക് കുഞ്ചി രംഗ് ഓർ രേഖായേം ഹേ. അതിന് നിറം അതിന് മുഖേന കവി എന്ത് കൊടുക്കുന്നതിന് നിറവും കൊടുക്കുന്നുണ്ട്. കവി कहते हैं कि व्याख्या नक्शे में जिसमें जंगल तो है पर पेड़ नहीं. എന്താ, ഓരോ ഭൂപടത്തിലും എന്തുണ്ട്, കാടുണ്ട് പക്ഷെ എന്തില്ല, മരങ്ങളില്ല. നദിയും ഹേ പർ പാനി നഹി, പഹാഡ് ഹേ ഓർ പത്തർ നഹി. നദികളുണ്ട് പക്ഷേ
पानी വെള്ളമില്ല, പഹാടുണ്ട്, കല്ലുകളില്ല. और तो इन नक्शों में देश का देश दिखाई पड़ते हैं. ഈ ഭൂപടങ്ങളാണ് ദേശത്തിലെ ഓരോരുത്തരും കാണുന്നത്. पर लोगों का നമോ നിശാൻ നഹി ഹെ, കാണാനായിട്ട് അവിടെ ജനങ്ങൾക്ക് നമോ നിശാൻ അവിടെ ജനങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. മത്ലബ് ഭൗഗോളിക് ഭൂമിശാസ്ത്രമായിട്ടുള്ള രൂപം സീസോ മൗജൂദ്, ഭൂമിശാസ്ത്രമായിട്ട് അവിടെ ഓരോ വസ്തുക്കളും മൗജൂദാണ്, നിലനിൽക്കുന്നുണ്ട്. കിന്തു ഉൻകാ പ്രാൺ തത്വ ഉൻകി ജീവാനത ഗായബ്, ഓരോത്തിൻ്റെയും പ്രാണതത്വം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. नदी के पानी के बिना, पहाड़ के पत्थरों के बिना और देश के लोगों के बिना क्या अस्तित्व है. നദികളിൽ പാനി ഇല്ലാത്തത്, പഹാഡിൽ പത്തറില്ലാത്ത കാണാത്തത്, ദേശിക്ക് ലോകം കെ ബിന, ദേശത്തിൽ ജനങ്ങളില്ലാത്തത്, ക്യാ അസ്തിത്വം, അത് എന്ത് നിലനിൽപ്പാണുള്ളതെന്ന് കവി പറയുന്നു. അടുത്ത വരി നോക്കുക. അടുത്ത പേജിൽ 74ാമത്തെ പേജിൽ 3ാമത്തെ ലൈനാണ് നോക്കുന്നത്. 2ാമത്തെ ലൈന്, ചോട്ടോं के निशान हमारी स्मृति और सुख दुख का हिस्सा है. ഓരോ എന്താ പറയുക ചിത്രങ്ങളും എന്താണ് ഹമാരി സ്മൃതി और സുഖ ദുഃഖ का हिस्सा है, നമ്മുടെ സുഖ ദുഃഖത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ജോ നിതാന്ത വ്യക്തിഗത ചീസ് ഹോത്തി ഹെ, എപ്പോഴെന്താണ്ട് ജീവനുള്ള അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന വ്യക്തിഗതമായ വസ്തുക്കളുണ്ട്. नच रक्तचाप और तापमान हमारे शरीर के उन हिस्सों के और संकेत करते हैं. നേച്ചറായിട്ടുള്ള രക്തചാപങ്ങളും അതും താപമാനം ചൂട് ഹമാരെ ശരീരക്ക് ഉൻ ഹിസ്സേമേ ഓർ സംഗീത കർത്തെ, നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗമാണെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ജിൻ പർ സിർഫ് ഹമാരാ ഹി അധികാർ ഹോനാ ചാഹിയെ, ഓരോ ഭാഗങ്ങളും നമുക്ക് എന്തുണ്ട്, നമ്മുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ടെന്ന് കവി പറയുന്നു. ഈ പാരഗ്രാഫിൽ തന്നെ 4ാമത്തെ ലൈനിൽ ദൂസരി തര കെ ചമത്കാർ നക്ഷോ ഹമാര സാമനെ പുസ്തകയാകെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം നിറങ്ങളിലുള്ള ഭൂപടങ്ങൾ നമുക്ക് നമ്മളെ മുന്നിലുണ്ട്. हमारी परंपरा से लेकर अगले के वर्षों की योजना, लक्ष्य, भविष्य की दशा दिशा सब कुछ यह उत्पाद रूप में मौजूद है. हमारी परंपरा से, നമ്മുടെ പരമ്പരയിൽ ലേക്കർ അകലെ വർഷവും കെ, മുന്നത്തെ വർഷങ്ങളിൽ യോജനകൾ, പരിപാടികളിൽ, ലക്ഷ്യങ്ങൾ, ഭവിഷ്യക്ക് ദശ, ഇനി വരാനുള്ള കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങൾ, ദിശ സബ് കുച്ച് യഹാം ഉത്പാദ രൂപ സെ മസ്ബൂത് ഹെ, അവിടെ അത് ഉത്പാദ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. യഹാം കിസി ബാസറോൻ കി റൊട്ടി ഓർ ദനിയെ പുദീനെ की चटनी यानी हमारा स्वाद उत्पाद बन सकते हैं नक्शों में समा चुके हैं. നമ്മൾ ഇപ്പോഴത്തെ കാണപ്പെടുന്ന പുതിന ചട്നികളും എല്ലാതും തന്നെ നമ്മളെ ഭൂപടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ स्वाद तक हमारा स्वाद तक बनकर നക്ഷേ മേ സമാ ചുക്കേത, അതടക്കം നമ്മുടെ ഭൂപടത്തിൽ ഇപ്പോൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് 3ാമത്തെ ലൈന്, കവി കാത്തേക്ക് पैमाना गढ़ाते ही पहाड़ शहर समुद्र तो जड़िए देश तक नक्शे के गायब हो जाते हैं. यानी नक्शे में कौन रहेगा और कौन नहीं पैमाने से ही तय होते हैं. मज़े की बात है कि यह कि इसलिए दोषी ना तो नक्शे ठहराया जाते हैं नक्शे योजनाकारों को. कवि कहता है कि अंत में तमाम लोगों की अपील करते हैं कि नक्शे फ़ौरन बाहर निकल आए. प्रकृति और मानवता के हित में यही मनुष्य नक्शे की शामिल होने के इस आंधी टंगे बाहर निकल आए. നമ്മളോട് പറയുകയാണ് എന്താണ്, നമ്മുടെ ഈ നക്ഷയിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് വരണം, തമാം ലോകം കെ അപ്പീൽ കർണ നക്ഷം കെ ഫൈറൻ ബാഹർ നിക്കലായേക, നമ്മൾ ഈ ഭൂപടത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. പ്രകൃതി और मानवीयता के हित में यही है मनुष्य नक्शे के शामिल होने के इस अंधी दौर से बाहर निकल आए. നമ്മുടെ മനുഷ്യത്വത്തിൽ നിന്നും
പ്രകൃതിയിൽ നിന്നും മനുഷ്യത്വത്തിന് ഹിതമായിട്ട് മനുഷ്യ നക്ഷേ में शामिल होने की इस आंधी മനുഷ്യർ ഈ നക്ഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ ആന്ധി ദൗഡ് നല്ല തീയാർന്ന ഓട്ടം അല്ലെങ്കിൽ നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കുന്നത് അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരേണ്ടതെന്ന് കവി പറയുന്നു. എൻ്റെ അടുത്ത പാഠാന്ത പ്രശ്നം നോക്കാം. निम्नलिखित प्रश्नों का उत्तर संक्षेप में लिखिए. സംയുക്ത പരിവാർ से आप क्या समझाते हैं? സംയുക്ത പരിവാരത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? സംയുക്ത പരിവാർ एक बड़ा परिवार होते हैं. സംയുക്ത പരിവാർ ഒരു വലിയ പരിവാറാണ്. जिसमें माँ बाप उनका बच्चे और पोते पोतियाँ इकट्ठे से പേരക്കുട്ടികളും അവരുടെ മക്കളും പേരക്കുട്ടികളും നിറഞ്ഞതാണ് സംയുക്ത പരിവാർ. ഇസ് പരിവാർ में सब की സാഞ്ചി കമായി ഹോത്തി ഹെ. എല്ലാവരും തന്നെ സാഞ്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കമായി ജോലി ചെയ്യുന്നു. ഓർ ഘർ കെ സഭി സദസ്യ ഉസി കമായി സെ ആവശ്യകതയെ പൂർത്തി കർത്തേ. ഓരോ സദസ്യകളും ഓരോരുത്തരും അവരുടെ ജോലികൾ അവർ പൂർത്തീകരിക്കുന്നു. ഈ പരിവാർ ഏക ഛത്ത് കെ നീച്ചെ രഹത്തെ ഹെ. ഒരു മേൽക്കൂരയിലുള്ളിലാണ് ഈ പരിവാർ ഒതുങ്ങി നിൽക്കുന്നത്. ദുഃഖ സുഖമേ പരിവാർക്ക് സദസ്യ ഇക്കട്ട രഹത്തെ. അവരുടെ സുഖവും ദുഃഖവും അവർ പങ്കുചേർക്കുന്നു. ഇക്കട്ട എന്ന് പറഞ്ഞാൽ ശേഖരിക്കുന്നു. പരന്തു ആജുകൽ ഈ സ്ഥലയ്ക്ക് പരിവാർ ഗഡത്തെ ജാ രഹേ. ഈ കാലഘട്ടത്തിൽ പ്രകാരമുള്ള കുടുംബങ്ങൾ നമുക്ക് എന്താണ് ഗഡത്തെ ജാ രഹേ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ്, കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംയുക്ത പരിവാർ ക്യോം ടൂട്ട് രഹേ ഹെ അപ്നാ വിചാർ ലിഖിയെ. എന്തുകൊണ്ടാണ് തകർന്നു പോകുന്നത് അതിനെ വ്യക്തമാക്കുക. വർത്തമാൻ സമയത്തിൽ സംയുക്ത പരിവാർ കാ ടൂട്ടനെ കാ കാരൺ അപ്നി സംബന്ധോ കാ ഖരാബ് ഹോന. അവരുടെ ബന്ധങ്ങൾ എന്താണ് വിശ്വാസക്കുറവ്, അപ്നി വിശ്വാസ കാ കാം ഹോന, പരന്തുള്ള അപജയം എന്ന് വെച്ചാൽ എന്താ ഖരാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ പൊളിഞ്ഞു പോവുക, തകർന്നു പോവുക. അപ്നി വിശ്വാസക കം ഹോന, അവിടെ വിശ്വാസം ഇല്ലാണ്ടാകുന്നു. ഏക ദൂസരയ്ക്ക് പ്രതി ആധാർ ഭാവനാക്ക കം ഹോന, മറ്റുള്ളവരും അവരുടെ ആധാർ എന്ന് പറഞ്ഞാൽ എന്താ ബഹുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുക. ചോട്ടെ ബച്ചോക്കെ ജഗടയ്ക്ക് കാരം ബടാക്ക ആപ്പസ് ജഗട ജാന. ചെറിയ കുട്ടികളുടെ തലൂട്ടം കാരണം അവരുടെ ഇടയിൽ എന്തുണ്ടാവുന്നു, പ്രശ്നങ്ങളുണ്ടാവുന്നു. ആപ്പസി മതഭേദവും ക പഠന, മറ്റുള്ളവരുമായിട്ടുള്ള മതഭേദം എന്ന് പറഞ്ഞാലും മാറ്റം, ഒരാളെ പോലെ അല്ല എന്നുള്ള അത് ഉയരുന്നത്. ഗലത്ത് ഫഹ്മിയോം ക പഠന, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. पर करना उन्हें ना सही करना, करके उन्हें ना सही करना. ആരും തന്നെ എന്ത് ചെയ്യില്ല, തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരി ചെയ്യുന്നില്ല, തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കൂട്ടുകുടുംബം തകർന്നു പോകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സംയുക്ത പരിവാർ में संबंधों की क्या अहमियत होती है स्पष्ट कीजिए. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കാനാണ്. एक संयुक्त परिवार में सबसे बड़े पुरुष सदस्य और आंतरिक पर एक घर का मुखिया माना जाता है. ഇവരൊക്കെയാണ് പുരുഷനും അവരുടെ സദസ്യകളും ഇതൊക്കെ കൂടുതലായിട്ട് എന്താണ് കുടുംബനാഥനായിട്ട് കണക്കാക്കുന്നു. और वह परिवार के वित्तीय और व्यक्तिगत മാമലവും സംബന്ധമൊക്കെ മഹത്വപൂർണ്ണ നിലയെത്തായി. ഇവരെയാണ് അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ज़रूरत समय एक दूसरे का समर्थन करते हैं और ज़रूरत के समय നമ്മൾ എപ്പോഴാണ് എന്തോ ചെയ്യേണ്ട സമയത്ത് അവർ കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങൾ മറ്റുള്ളവരോടുമായിട്ട് പങ്കുവെക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ പിന്തുണയ്ക്കുക. ജറൂറത്ത് കെ സമയം ഏക ദൂസരോं സമർത്ഥം മറ്റുള്ളവരെ സഹായിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, താലേമേൻ ഗുസി പർജീസെ ക്യാ ആശയി പ്രസ്തുക്കി. വാതിലിൻ്റെ മൂട്ടിൽ ഒരു കടലാസ് എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ്? ഗർക്കെ താലൈ പർച്ചി ക ലഗാ ഹോന വ്യക്തി ക സമാജ് സെ സംവാദ് ക ഡൂട്ട് ജാനെ കി സൂചന ദിക്കാത്തെ ഹെ. ഒരു വീട്ടിലെ പൂട്ടിൻ്റെ പർജി ലഗാ ഹോന എന്ന് വെച്ചാൽ എന്താ, പൂട്ടിട്ട് വയ്ക്കുന്നത് വ്യക്തിക സമാജമേ
വ്യക്തികൾ സമൂഹത്തിൽ സമ്പാദിക്ക ഡുഡ്ജാനെ സൂചന നമ്മൾ ആശയവിനിമയം നടത്തുന്നത് അല്ലെങ്കിൽ അതെന്താണ് ടൂട്ട് ജാനേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്. कविता का मूल संदेश क्या है उल्लेख कीजिए. कविയുടെ അടിസ്ഥാന സന്ദേശം എന്താണ് വ്യക്തമാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. कवि संयुक्त परिवार ढूंढने और एकल परिवार को बनने की प्रक्रिया के पूर्वजों के और अपनी पीढ़ी के बीच के अंतर ध्यान दिलाते हैं. कवി സംയുക്ത പരിവാരത്തിൽ അന്വേഷിക്കുകയും ചെറിയ കുടുംബത്തെ ഉണ്ടാക്കുന്ന പ്രക്രിയയെ പൂർവജവും और अपनी पीढ़ी के बीच अंतर पर ध्यान दिलाते. പണ്ടത്തെ കാലഘട്ടത്തെയും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെയും തമ്മിൽ എന്താണ് അന്തരം അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. जहाँ उनके बाबा के सारा शहर जानता था वही उनके पिता की पीढ़ी से अजनबी. അദ്ദേഹത്തിൻ്റെ അച്ചാച്ചൻ്റെ ബാബ എന്ന് പറഞ്ഞാൽ അച്ഛൻ. കവിത മൂല്യ സന്ദേശ് കാ ഹെ ഉല്ലേഖ് കീജിയെ. 5th ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 77. ആൻസർ കവി സംയുക്ത പരിവാർ ढूंढने और एकल परिवार के बनने की प्रक्रिया. കവി അന്വേഷിക്കുകയാണ്, സംയുക്ത പരിവാർ അന്വേഷിക്കുകയാണ്. और एकल परिवार की बनने की प्रक्रिയ അണുകുടുംബത്തെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രക്രിയയെ പൂർവജം और अपनी पीढ़ी के बीच अंतर पर ध्यान दिलाते हैं. പൂർവികരും അവരുടെ കവിയുടെ കാലഘട്ടത്തിലെ ആൾക്കാരും തമ്മിൽ എന്തന്തരമാണെന്ന് കവി ശ്രദ്ധിക്കുകയാണ്. जहाँ उनके बाबा को सारे शहर जानता था वही उनके पिता की पीढ़ी से अजनबी बन. ഇപ്പം ബാബയുടെ മുത്തശ്ശൻ്റെ സാരാ ഷഹർ ജാനത, മുത്തശ്ശൻ്റെ എല്ലാ പട്ടണങ്ങളെയും കുറിച്ച് അറിയാം. എന്നിരുന്നാൽ ഉൽക്ക പിതാക്കി പീഡീസെ, എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ തലമുറയിലുള്ള ആർക്കും തന്നെ ഒന്നും തന്നെ അറിയില്ല, അപരിചിതമാണെന്ന് പറയുന്നു. അജ്നബി ബൻ ഹെ का एक दौर शुरू हो गया. അജ്നബി എന്ന് പറഞ്ഞാൽ അപരിചിതത്വം, അതിൻ്റെ വഴി കൂടിക്കൊണ്ടിരിക്കുകയാണ്. लेकिन तब भी उनकी पिताओं के 4 मोहल्ले के लोग जानते थे, लेकिन कभी की पीढ़ी को उनका पड़ोसी का तक उसका नाम नहीं जानते. लेकिन എന്നിരുന്നാലും പിതാവിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് 4 പ്രദേശത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അറിയാം. എന്നാൽ ലേക്കിൻ കവിക്ക് പീഡിക്കെന്നാൽ കവിയുടെ പീഡിയിലുള്ള തലമുറയിലെ ആൾക്കാരുടെ അവരുടെ അയൽപ്പക്കക്കാരുടെ പേര് പോലും അറിയില്ല എന്ന് പറയുന്നു. द्वार पर आया हुआ अतिथि दरवाजे के ताला देकर कवि के घर से लौट गया है. വീടിന് മുറ്റം വരെ വന്ന കവിയുടെ വീട് അടച്ചിട്ടേക്കുന്നത് കണ്ടുകൊണ്ട് ഒരാൾ തിരിച്ചു പോവുക, അജ്നബി അറിയാത്ത ഒരാൾ തിരിച്ചു പോവുകയാണ്. यह ताला आज नगरों में रहने वाले व्यक्तियों के सामाजिक अलगाव के इंगित करते हैं. ഈ കൂട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ നഗരങ്ങളിൽ താമസിക്കുന്ന വ്യക്തികളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒറ്റപ്പെടലാണ് സൂചിപ്പിക്കുന്നത്. उपभोक्तावाद, पूंजीवाद और व्यक्तिवाद ने हमारा मूल्य व्यवस्था के बहुत क्षति पहुंचाई है. उपभोक्तावाद എന്ന് പറഞ്ഞാൽ എന്താ, ഉപഭോക്താക്കളും അതുപോലെ പൂഞ്ചിവാദം എന്ന് പറഞ്ഞാൽ അടിമത്തം, വ്യക്തിവാദങ്ങൾ हमारे മൂല്യവ്യവസ്ഥ നമ്മുടെ മൂല്യവ്യവസ്ഥയെ ബഹേത് ശ്രുതി പഹുഞ്ചാത്തി എന്നിട്ട് വലിയ നാശം വരുത്തുകയാണ് ചെയ്യുന്നത്. കവിത മൂല്യ സന്ദേശം, ഇതാണ് ഈ കവിതയുടെ മൂല്യമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. 6th क्वेश्चन संयुक्त परिवार और एकल परिवार में तुलना करते हुए स्पष्ट कीजिए कि दोनों कौन उत्तम है. കൂട്ടുകുടുംബവും അണുകുടുംബവും തമ്മിലുള്ള താരതമ്യം ചെയ്തുകൊണ്ട് ഏതാണ് മികച്ചതെന്ന് ഉത്തമമെന്ന് എഴുതുക. आंसर भारतीय समाज में परिवार 2 प्रकार होते हैं, एकल परिवार और संयुक्त परिवार. സമൂഹത്തിൽ നമ്മുടെ ഭാരതത്തിൽ 2 പരിവാറാണുള്ളത്, ഏക്കൽ പരിവാറും സംയുക്ത പരിവാറും. एकल परिवार में सदस्यों का संख्या कम होती है. അണുകുടുംബത്തിൽ ആൾക്കാരുടെ എണ്ണം കുറയും. आधुनिक समाज यानी आजकल के भारत में उनका विविध कारणों की वजह से परिवार विभक्त हो गया. ഒരുപാട് ഇന്നത്തെ കാലഘട്ടത്തിലെ ഭാരതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും വിവിധ കാരണങ്ങളാലാണ്, ഈ കാരണങ്ങളാൽ പരിവാറിൽ എന്തുണ്ടാകും, പിരിവ് എന്നല്ല 2 പരിവാറായിട്ട് മാറുന്നു. इसके लिए अनेक कारण जिम्मेदार है, जैसे काम के लिए दूसरे स्थान पर जाना और वही स्थान का एक होना. എന്തിനു വേണ്ടിയിട്ടായിരിക്കും
അവരുടെ കാര്യങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ മാറുന്നത്. കാരണം ഒന്നെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി മാറുന്നതാണ്. അവർ അവിടെ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് തന്നെ താമസിക്കുന്നു. ഇസ് പരിവാർ में പതി പത്നി और बच्चे एक साथ रहते हैं. പതിയും പത്നിയും കുട്ടികളുമാണ് താമസിക്കുന്നത്. സംയുക്ത പരിവാർ ഇസ് പരിവാർ के परिवार में संयुक्त यानी सभी सदस्यों बना संयुक्त परिवार होना है. എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. इस परिवार और सदस्य के एकल परिवार की तुलना में ज़्यादा होती है. ഈ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏകൽ പരിവാർക്ക് തുലനാമേ ജ്യാദ ഹോത്തി വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. സഭി റിഷ്തേദാർ ഏക പരിവാർ ഏക സാത്ത് രഹത്തെ ഹൈ. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരും ജോലിക്കാരും അവിടെ തന്നെയാണ്, അവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. പരിവാർ में एकत्र होने के कारण सभी सदस्य मिलजुल कर काम करते हैं. എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്നു. 7th क्वेश्चन, निम्नलिखित काव्यांश की प्रसंग व्याख्या कीजिए. ढूंढने की इस प्रक्रिया में क्या क्या ढूंढ है कोई नहीं सोचता है. ഇതിൻ്റെ അർത്ഥം എന്ന ഒരു ആൻസർ പറയാണ്. व्याख्या कवि संयुक्त परिवार के ढूंढने और एकल परिवार के बनने की प्रक्रिया में पूर्वजों और अपनी पीढ़ी के बीच अंतर पर ध्यान दिलाते हैं. സംയുക്ത പരിവാർ അന്വേഷിക്കുന്നതിലും പരിവാർ ഉണ്ടാക്കുന്ന പ്രക്രിയയിലും കവി ആരൊക്കെയാണ് പൂർവികരെയും അതുപോലെ തന്നെ അവരുടെ പീഡിയും അവരുടെ തലമുറയെ കവിയുടെ തലമുറയെയാണ് തമ്മിലുള്ള അന്തരമാണ് കാണിക്കുന്നത്. 8th क्वेश्चन, നക്ഷയ കവിത का मुख्य विषय वस्तु क्या है. സംശോധനം ഉल्लेख करें. നക്ഷയ എന്ന കവിതയിൽ ഭൂപടം എന്ന കവിതയിൽ എന്താണ് മുഖ്യ വിഷയവസ്തു? സംശയത്തിൽ ചുരുക്കി എഴുതാനാണ് പറയുന്നത്. ആൻസർ നരേഷ് സക്സേന का मानवीयता का प्रबल ചക്ഷദർ ഹെ. ചലന മാനവികത മനുഷ്യത്തിൻ്റെ ഒരു ഘടനയാണ് അവിടെ ചിത്രീകരിക്കുന്നത്. മനുഷ്യ അപ്പനെ ജിൻ ഗുണോക്കെ കാരണം മനുഷ്യത കാലാത്തെ. മനുഷ്യൻ കുറച്ച് ഗുണങ്ങളുള്ളത് കാരണം അവൻ്റെ നാണ് മനുഷ്യത്വമുള്ളവനെന്ന് പറയുന്നു. ഉസ്കെ ജേത്തെ ചലേ ജാനയ്ക്ക് ചിന്ത ഇസ് കവിതയ്ക്ക് വ്യക്തി ഹുയി ഹെ. ഇത് നശിച്ചു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഓരോ ചിന്തകളും കവിയുടെ ഇതിൽ കാണാനായിട്ട് സാധിക്കും. നക്ഷ ഇസ് പൂഞ്ചിവാദി വ്യവസ്ഥ ഹോനയ്ക്ക് മജ്ബൂർ കിയാ ജാത്താ ഹെ. നക്ഷ എന്ന് പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥയെ നിർബന്ധിതമാക്കുന്ന അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ട് നക്ഷ എന്നുള്ളതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ മസ്ദൂർ കിയാ ജാത്ത മുതലാളിത്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 9th क्वेश्चन, नक्शे कविता में कवि का कहना है कि हम सब एक नक्शे में रहते हैं. क्या आप कवि के इस विचार को समर्थ हो? पक्ष या विपक्ष होने के तर्क दीजिए. കവി പറയാണ് നമ്മളെല്ലാവരും ഭൂപടത്തിലാണ് ജീവിക്കുന്നതെന്ന് കവി എടുത്തു പറയും. ഹം സബ് നക്ഷേമ രഹത്തെ, നമ്മളെല്ലാവരും ഒരു ഭൂപടത്തിലാണ് ജീവിക്കുന്നത്. ഇത് എന്താണ് വിപക്ഷ എന്നുള്ളത് തർക്കീജിയ നമ്മൾ വ്യക്തമാക്കണം. പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് നമ്മൾ വ്യക്തമാക്കാം. आंसर सक्सेना की कविता जो हम आईना दिखाती है देश कागज़ पर बना नक्शा नहीं होता. നമ്മൾ കവിതയിൽ നക്ഷ എന്ന കവിതയിൽ നമ്മൾ കണ്ണാടിയിൽ എങ്ങനെയാണോ ഉള്ളത് അത് നമ്മൾ ആ ദേശത്ത് നമ്മൾ ദേശ് കാഗസ് പർ ബനാ നക്ഷ नहीं होता നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. സ്നേഹം കവിക്ക് വിചാരിച്ച് സമർത്ഥനീയ, അതുകൊണ്ട് നമ്മൾ ഇവിടെ വിചാരത്തിൽ സമർത്ഥമല്ല. ഒരു കവിതയിൽ ഒരു കണ്ണാടിയിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ കാണിച്ചു തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഒരു കടലാസ് തീർത്ത ഭൂപടമല്ല, അതുകൊണ്ട് കവിയുടെ അഭിപ്രായത്തോട് യോജിക്കാനായിട്ട് കഴിയില്ല. 10th क्वेश्चन, नक्शे कविता के आधार पर नक्शे में जो है और जो नहीं है उनकी एक सूची निम्न प्रारूप में तैयार कीजिए. ഭൂപടം എന്ന കവിതയെ അടിസ്ഥാനമാക്കി മാപ്പിൽ ഉള്ളതും ഇല്ലാത്തതുമായ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ജംഗിൾ ഹെ. നക്ഷേമേ ജോ ഹെ ജോ നെയ് ഹെ. ഇല്ലാത്തതും ഉള്ളതും. നക്ഷേമയിൽ ഉള്ളത് ജംഗിളുണ്ട്, എന്നാൽ ജംഗിളിൽ നമുക്ക് നമ്മൾ ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ കാട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റും. പക്ഷെ അവിടെ എന്തില്ല, പേടുന്ന് കാണിക്കുന്നില്ല, മരങ്ങളെ കാണിക്കുന്നില്ല. നദികളുണ്ട്, നദികളെ രൂപം നമുക്ക് കാണിക്കും, പക്ഷേ പാനി വെള്ളം കാണിക്കുന്നില്ല, നദിയാണെന്ന് മാത്രം കാണിക്കുക. പഹാഡ് പർവ്വതങ്ങളുണ്ട്, പക്ഷെ അവിടെ കല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ്
ഭൂപടത്തിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. നക്ഷ ऐसे कोई लिखा है നദിയോ കോ അബ് നക്ഷേമേ രഹനാക്കി അച്ഛാ ലഗാത്ത. ഇപ്പോൾ നദിയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നത് എഴുതിയത് എന്തുകൊണ്ട്? ഇപ്പോൾ നദികൾ ഭൂപടത്തിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. നക്ഷേമേ രഹനയ്ക്ക് അച്ഛാലകാത്ത ഭൂപടത്തിൽ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നു നദികൾ എന്തുകൊണ്ടാണ്? കവി ലിഖാത്തെ ഹൈ കി അബ് തോ നദിയോं की कहना लगी है उन्हें भी नक्शे में रहना अच्छा लगता है. എന്തെങ്കിലും പറയാണ് എന്താണ് നക്ഷയിലുള്ളത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ക്യോंकि നക്ഷേ में നദിയും സാഫ് ഓർ ചമക്താർ ദിക്കാത്തെ. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നദികൾ നല്ല വൃത്തിയുള്ളതും നല്ല ചമക്കാർ തിളക്കമുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഭൂപടത്തിൽ കാണാനായിട്ട് നദികൾക്ക് ഇഷ്ടപ്പെടുന്നു. കവിനെ പ്രകൃതി ഓർ പര്യാവരണയ്ക്ക് വർത്തമാൻ പരിസ്ഥിതിക്ക് ഗഹ്റാ വ്യംഗ്യക്കിയാണ്. അതുകൊണ്ട് കവി ആ വരികളിലൂടെ ഒരു എന്താ പറയുക കളിയാക്കുന്ന പോലെ രീതിയിൽ പ്രകൃതിയെ പര്യാവരണയ്ക്ക് വർത്തമാൻ സ്ഥിതിക്കുന്നു. ഇക്കാലത്തെ കാലഘട്ടത്തിലെ പരിസ്ഥിതിയെ ഒരു ഗഹ്റാ വ്യംഗ്യമായിട്ടുള്ള രീതിയിൽ ഒരു പരിഹാസ രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നദിയോं മാധ്യം സെ യഹാം കവി അപ്നി ഭാവന. നദികളുടെ രൂപം കൊണ്ട് കവി അവരുടെ ഭാവന വ്യക്തമാക്കുന്നു കവിതയിലൂടെ. 12ാമത്തെ ക്വസ്റ്റ്യൻ. കവിക്ക് ऐसा क्यों लगाते हैं कि एक दिन कोई मसगरा सारे नक्शों के मोड़कर जेब में रख लेता है और चला बनाएगा. ഒരു ദിവസം ഏതോ ഒരു തമാശക്കാരൻ ഭൂപടങ്ങളെല്ലാം മടക്കി പോക്കറ്റിലിട്ടിട്ട് തൻ്റെ വഴിക്ക് പോകുമെന്ന് കവിക്ക് തോന്നുന്നത് എന്തുകൊണ്ട്? ഒരു ദിവസം എല്ലാ ഭൂപടങ്ങളും മടക്കിയിട്ട് കയ്യിൽ പോക്കറ്റിലാക്കി പോകും എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണ്. കവി ആശങ്ക വ്യക്ത കർത്തയെ കവിയുടെ ഗൂഢാലോചന വ്യക്തമാക്കുകയാണ്. ആശങ്ക എന്ന് വെച്ചാൽ ആ ആലോചന വ്യക്തമാക്കുകയാണ്. നക്ഷയ്ക്ക് പീച്ചെ കോൺ സെ ഷഡ്യന്ത്ര ഹെ. ഒരു കപടമാണ് നക്ഷയുടെ ഉള്ളിൽ. ആരൊക്കെയാണ് കപടമായിട്ട് പെരുമാറുന്നത്? യാ ഫിർ സോച്ചി സംജി രണനീതി സെ ഹമാ മൂർക്ക് ഹി ബനാ രഹാ ഹെ. അല്ലെങ്കിൽ ഒരു ദിവസം പരിഹസിക്കുന്ന ആശങ്കകൾ നോക്കി നിൽക്കേണ്ടി വരും. നമ്മളെന്താണ് എല്ലാവരും പരിഹാസത്തിൻ്റെ നോട്ടത്തിലായി പോകും. കവി को लगाते हैं कि एक दिन कोई परिहास करने वाला व्यक्ति सारे नक्शों लेकर चलता बनेगा. ഒരു ദിവസം എല്ലാവരും എന്തായിട്ട് മാറും? ഒരു പരിഹാസിക്കപ്പെടുന്ന വ്യക്തി സാര നക്ഷോമ ലേക്കർ ചലാ ബനാക. നക്ഷ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഭൂപടം നോക്കിക്കൊണ്ട് പോകേണ്ടി വരുമെന്ന് കവി എടുത്ത് പറയുന്നു. और हम ഡങ്കെ സെ ദേഖ്തേ രഹ ജായേംഗെ. അതെന്താണ്? ആശങ്ക പോലെ നടന്നു പോകുന്ന കാര്യമാണ്, കാണപ്പെടുന്ന കാര്യമാണ്. നക്ഷയ്ക്ക് രാജനീതി करने वाला व्यक्ति हमारे वेश में नहीं है किंतु हम तो अपने आप को इन योजनाओं और नक्शों के बाहर कर सकते हैं. എന്നാൽ ഈ പദ്ധതികളിൽ നിന്നും ഭൂപടങ്ങളിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ ഒഴിവാക്കേണ്ടി വന്നിരിക്കാം എന്ന് കവി എടുത്ത് പറയുന്നുണ്ട്. കവിത के आधार पर लिखिए कि हर कोई നക്ഷേ में शामिल होने के लिए क्यों परेशान है. കവിയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ ഉൾപ്പെടുന്നതിൽ എല്ലാവരും വിഷമിക്കുന്നത് എന്തുകൊണ്ട്? നക്ഷേ में क्या है और क्या नहीं है. നക്ഷയിൽ എന്തുണ്ട് എന്തൊക്കെ ഇല്ലാത്തതുണ്ട്. हर इतनी बात कर लेने के बाद में सामान्य और इस नई व्यवस्था में दुष्प्रभाव से अनजान व्यक्ति के प्रश्न से कविता अपनी भाव भंगिमा बदलती है. ഇതിലൂടെ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ അഞ്ചാം വ്യക്തിക്ക് ഒന്നറിയാത്ത വ്യക്തികൾക്ക് പ്രശംസയെ കവിത വ്യക്തിക്ക് പ്രശംസയെ എന്നറിയാത്ത വ്യക്തികൾക്ക് അവരുടെ ചോദ്യം മുഖേന കവിത അപ്നി ഭാവഭംഗിമ ബദൽത്തി. അതിൻ്റെ രീതിയിൽ ആ കവിതയുടെ ഭാവഭംഗിമ ഗതിയിൽ മാറ്റം വരുത്തുന്നു. ഈ വ്യവസ്ഥാനം നക്ഷസേ ആകർഷണ ആവശ്യകത പൈദാ കർത്തി. ഇതിൽ അത് മുഖേന ഒരു ഭൂപടം വേണമെന്നുള്ള ആകർഷണവും അതുപോലെ ആവശ്യകതയും ഉത്ഭവിക്കുന്നു. ഹർ കിസി കോ നക്ഷേ में शामिल रहना की ഷൈസ്കാർ ലഗാത്തെ. അതുകൊണ്ട് തന്നെ ഒരു ഭൂപടം വേണമെന്ന് ആൾക്കാർക്ക് വേണമെന്ന് ഷൈസ്കാർ ലഗാത്തെ. അത് രഹനയ്ക്ക് ഷൈസ്കാർ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ ഒരു ഭൂപടത്തിലൂടെ എല്ലാ വഴികളും കണ്ടെത്താനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നു. क्या आप बता सकते हैं कि यहाँ हम पूछते हैं हम कौन है? हम इस व्यवस्था के शिकार हुए तमाम लोग हैं. നമ്മളൊരു ദിവസം आपको बता सकते हैं कि यहाँ हम पूछते हैं हम कौन है. നമ്മളൊരു ദിവസം ചോദിക്കും നമ്മൾ ആരാണെന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെയല്ല, നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ ചോദിക്കുകയാണ് ഭൂപടത്തിൽ.
ചോദിക്കേണ്ടി കോൻ ഹെ ഹം കോൻ ഹെ ഹം ഈസ് വൈസ ശിക്കാർ മേ തമാം ലോഗ് ഹെ. ഇത് നമ്മുടെ എന്താ നമ്മൾ എന്താണ് അടിമകളാവുക. തമാം ലോഗ് ഹെ, ശിക്കാർ എന്ന് പറഞ്ഞാൽ ഇരകളാകുന്നു. जो इसकी कीमत पर नक्शे में शामिल हो जाना चाहते हैं. ഈ വിലയെടുപ്പിൽ നമ്മളെന്താ നക്ഷയമേ നമ്മൾ എടുക്കുകയാണ് അവരെന്ത് എന്താണ് വിലക്ക് വാങ്ങുകയാണ്. നക്ഷയമേ ഷാമിൽ ഹോ ജാനാത്തെ എന്താണ് നമ്മൾ ഭൂപടത്തിൽ ഷാമിലാണ്. എന്താണ് ഷാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആൾക്കാരാവുകയാണ്. नक्शे से बाहर छूटने की आशंका उनके इस बाइक को अभिव्यक्त करते हैं. നക്ഷയമേ അതുകൊണ്ട് തന്നെ കവി എന്ത് ചെയ്യണം, ആളുകളാണ് മാപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ഭയം ആൾക്കാർക്കുണ്ട് എന്നാണ് കവി പറയുന്നത്. മലയാളം ഒന്നുകൂടി പറഞ്ഞുതരാം. ഭൂപടത്തിലുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച ശേഷം ഈ പുതിയ വ്യവസ്ഥയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അറിയാത്ത ഒരു സാധാരണക്കാരൻ്റെ ചോദ്യം ചോദിച്ച് കവിത അതിൻ്റെ ഗതിയെ തന്നെ മാറ്റുകയാണ്. എങ്ങനെയാണ് മാറ്റണേ? വ്യവസ്ഥയിൽ ഭൂപടം അത്തരം ആകർഷണവും ആവശ്യകതയും സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് എല്ലാവരും കണ്ടെത്തുന്നു. നമ്മൾ ചോദിക്കുന്നു, ഞങ്ങൾ ആരാണെന്ന് പറയാമോ? നമ്മൾ ഈ വ്യവസ്ഥയുടെ ഇരകളാണ്. നമ്മൾ അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വർത്തമാനത്തിലും തന്നിലും വിശ്വാസമില്ലാത്തവരും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരുമായ ആളുകളാണ് മാപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്ന ഭയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നക്ഷെ സക്സേന की कविताओं की किन्हीं 3 विशेषताओं के उल्लेख कीजिए. 3 വിശേഷതകളെക്കുറിച്ച് പറയാം. പ്രത്യേകത പറയുക. നക്ഷ ആധുനിക കാൽ की लिखी जा रही छंदामुक्त कविताओं का एक उदाहरण है. വൃത്തമില്ലാത്ത കവിതയാണ് നക്ഷ എന്ന് പറയുന്നത്. बोलचाल की भाषा कवि की कविता है नक्श. बोलचाल की भाषा के കവിക്ക് കവിത ഹെ. ബോൾച്ചാൽ എന്ന് വെച്ചാൽ എന്താ, സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ഭാഷയാണ്. സാധാരണക്കാരുടെ ഭാഷയാണ് ഉൾപ്പെടുത്തിയുള്ളത് കവിതയിൽ. നക്ഷയിൽ ആധുനികത കവിതാമേ അഭിവ്യക്തിക്ക് മഹത്വപൂർണ്ണ തയ്യാർ തരീഖേം സെ ഏക്. ആധുനിക കാലഘട്ടത്തിലെ അഭിവ്യക്തി ഇതിൽ തയ്യാർ തരീഖ് ഓരോ സ്റ്റെപ്പിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ് കവിതാമേ പ്രതീകവും ക സ്വാർത്ഥ ഉപയോഗിക്കുക. പ്രതീകങ്ങളെ ചിഹ്നങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. കവിതാമേ ഏക് ഖാസ് തരഹ്കി നാടകീയത ഹെ. പ്രത്യേക രീതിയിൽ പര്യായമായി അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ തന്നെ ഒരു തരത്തിലുള്ള നാടകം പ്രത്യേക രീതിയിൽ ഖാസ് തരഹ്കി നാടകീയത പ്രത്യേക രീതിയിൽ നാടകീയത കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ് കവിത കെ ശില്പഗത വിശേഷതവും को बिंदुवार उल्लेख कीजिए. കലാപരമായ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക. നക്ഷെ നാമക കവിത സക്സേനയ്ക്ക് ബോൾച്ചാൽക്ക് ഭാഷയ്ക്ക് ബോൾച്ചാൽ സാധാരണക്കാരുടെ ഭാഷയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. इसलिए वे खुद की मानता है कि उन्हीं कविताओं के पर व्याख्या की जरूरत नहीं होता. इसलिए അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് മാനത്തെ ഹെക്ക് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ഉനിക്ക് കവിതാവും पर വ്യാഖ്യാക്ക് ജറൂറത്ത് നെയ് ഹെ. ഇയാളുടെ കവിതയിൽ നക്സയുടെ കവിതയിൽ വ്യാഖ്യയുടെ ആവശ്യകതയില്ല. ഉനിക്ക് ഭാഷ സരൾ സഹജ. അദ്ദേഹത്തിൻ്റെ ഭാഷ സരളവും സഹജവും അതുപോലെ തന്നെ ബോൾച്ചാൽക്ക് ഖരീബ് ഹെ. നല്ല രീതിയിൽ ബോൾച്ചാൽ സാധാരണ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ് കവിതാമേ ബി പ്രതീകം ക സ്വാർത്ഥ ഉപയോഗ. നല്ല രീതിയിൽ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കവിത ഏക് ഖാസ് തരഹ്കി നാടകീയവും ഒരു തരത്തിൽ പ്രത്യേക തരത്തിലുള്ള നാടകീയതയും കാണാൻ സാധിക്കുന്നു. പർദ്ദം ഏക് പ്രകൃതി കാ ജീവൻ ചിത്രത്തിയാകെ. പദാർത്ഥവും ക പ്രകൃതി ക ഇതിലെ വസ്തുക്കളുടെ പ്രകൃതിയെയും ജീവനുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതാണ് ചാപ്റ്റർ 8 കംപ്ലീറ്റ് ആയിട്ട്.